തബിനിക്കിൻ്റെ സെഷൻ കാലിക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ 5 പേരാണ് പങ്കെടുത്തത്. 5 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ഭയങ്കര ഡിപ്രഷൻ, ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് വന്നത്. എന്തൊക്കെയോ വല്ലാത്ത ഭാരങ്ങളായിട്ട് മരിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴും എനിക്ക് ഇരിക്കാൻ ശരിക്ക് പറ്റിയിട്ടില്ല. ആകെ എന്തോ ടെൻഷൻ, ഉള്ളിൽ നിന്ന് ചിരി വരുന്നില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ സെക്ഷൻ കഴിഞ്ഞോടുകൂടി ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത്. വരുമ്പോഴുള്ള പോലെയല്ല. വീട്ടിലെത്തി രാത്രി മേഡം പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, നമ്മളെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നന്നായി റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. എണീറ്റ് കഴിഞ്ഞപ്പോഴും അതുപോലെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടാണ് എണീറ്റത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് എന്താണെന്നറിയാത്തൊരു എനർജിയാണ്. മാത്രമല്ല, ഒരു പുതിയ ജീവിതം കിട്ടിയ പോലെ, ഒരു ജീവൻ കിട്ടിയ പോലെ, നഷ്ടപ്പെട്ടു പോയ ചിരി വീണ്ടും തിരിച്ചു വന്ന പോലെ ഇന്നെനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വല്ലാത്തൊരു ഹാപ്പിനെസ് വന്നു. ചിരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ, എനിക്ക് അറിയാത്ത എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നെ വല്ലാണ്ട് വലയം ചെയ്ത പോലത്തെ ഒരു ഫീലിംഗാണ്. എനിക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ഇറങ്ങി. അങ്ങനെ നിന്നപ്പോഴും എനിക്ക് ചില ചെടികളെടുത്ത് ഒക്കെ പോയി നിന്നപ്പോൾ, വേപ്പിൻ്റെ അടുത്ത് ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നിന്നപ്പോൾ വല്ലാത്തൊരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു. വല്ലാണ്ട് ഒരു ഡിവൈൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ, എൻ്റെ ചുറ്റും ഒരു ഡിവൈൻ എനർജി നിൽക്കുന്ന പോലത്തെ ഒരു വല്ലാത്ത ഫീലിംഗ്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ തന്നെ ഒരു ദൈവികതയിലേക്ക് വന്നതുപോലത്തെ ഒരു ഫീലിംഗ്. ഉള്ളിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വരുന്ന പോലെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ചിരി എൻ്റെ ജീവിതം കൂടിയാണ് തിരിച്ച് കിട്ടിയത്. മേഡം പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മേഡം പറഞ്ഞതുപോലെ വല്ലാത്തൊരു ദൈവികതയിലേക്ക് എത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു മേഡം. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി മേഡത്തിന്. അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ. ലൈഫിനകത്ത് എപ്പോഴും ആ ഒരു ഡിവൈനിറ്റി എപ്പോഴും ലീഡ് ചെയ്യട്ടെ. എനിക്ക് ഉള്ളിൽ വല്ലാണ്ട് സ്നേഹമാണ് തോന്നുന്നത്. എന്തിനോടും സ്നേഹം. അത് തന്നെയാണ് മുമ്പ് എന്നെ തളർത്തിയതും. വല്ലാണ്ട് സ്നേഹിച്ചിട്ട്. പക്ഷെ ഇപ്പൊ അത് അൺകണ്ടീഷണലായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സ്നേഹിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ഇവിടെ നിന്ന് കിട്ടി. താങ്ക് യു മാഡം.